ജനുവരി 23-ാം തീയതി തിയേറ്ററിലെത്തിയ മമ്മൂക്കയുടെ ഡൊമിനിക് എന്ന ചിത്രം പരാജയമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണെന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചത്. ഗൗതം വാസുദേവ് മേനോനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് 8ാമത്തെ ദിവസത്തിൽ വ്യാഴാഴ്ചയിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. സിനിമയുടെ ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ 14,80,00,000-ഓളം രൂപയായിരുന്നു ഈ ഒരു ചിത്രം ആദ്യ വീക്കെൻഡിൽ അഥവാ 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും നേടിയത്. എന്നാൽ ചിത്രം പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിൻ്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം കുറച്ചാണ് കാണിക്കുന്നത്. 7 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡിൽ നിന്നും 16.5 കോടിയോളം നേടി എന്നാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പലരും അടിച്ചിറക്കുന്നത്. 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും 14,80,00,000 രൂപ നേടിയ ചിത്രം അഥവാ 15 കോടിക്ക് അടുത്ത് വീക്കെൻഡ് കളക്ഷനായി 4 ദിവസങ്ങൾ കൊണ്ട് നേടിയ ചിത്രത്തിൻ്റെ കളക്ഷൻ എങ്ങനെയാണ് 7 ദിവസങ്ങൾ കൊണ്ട് 16.5 കോടിയിൽ മാത്രം എത്തി നിൽക്കുന്നത്? തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ നിന്ന് തന്നെ കേരളത്തിൽ നിന്നും മാത്രം 58 ലക്ഷം, 55 ലക്ഷം, 50 ലക്ഷം എന്നീ റേഞ്ചിലുള്ള കളക്ഷൻ നേടാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് മാത്രം ചേർക്കുമ്പോൾ തന്നെ ചിത്രത്തിൻ്റെ കളക്ഷൻ 16.5 കോടി ആ ഒരു റേഞ്ചിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ 16.5 കോടി മാത്രമാണ് സിനിമയുടെ 7 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഓവർസീസിൽ നിന്നൊന്നും പിന്നെ സിനിമയ്ക്ക് 3 ദിവസങ്ങൾ കൊണ്ട് ഒരു കളക്ഷനും കിട്ടിയില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? GCCയിലും വിദേശ രാജ്യങ്ങളിലടക്കം മികച്ച റിലീസാണ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് മമ്മൂക്കയുടെ ഡൊമിനിക് എന്ന ചിത്രത്തിനായിട്ട് നൽകിയിട്ടുള്ളത്. ലോ ഹൈപ്പ് മൂവി ആണെങ്കിലും GCC റിലീസിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് തയ്യാറായിട്ടില്ല. മൂവി പ്ലസ് മീഡിയയുടെ കണ്ടെത്തലുകളും അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരം 7 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 18 കോടിയിൽ എത്തി നിൽക്കുന്നുണ്ട്. അവസാനത്തെ 3 ദിവസങ്ങൾ വർക്കിന്റെ ആയതുകൊണ്ടാണ് കളക്ഷനിൽ ഇടിവ് വന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നാളെ കഴിഞ്ഞാൽ വീണ്ടും ചിത്രത്തിന്റെ വീക്കെൻഡ് വരികയാണ്. കളക്ഷനിൽ ഒരു ഉണർവ് എന്തായാലും ഡൊമിനിക് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നടത്തും. 25 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിട്ട് മാത്രമേ ഡൊമിനിക് കളം വിടൂ. ഹൈപ്പില്ലാതെ 8 കോടി 10 കോടി റേഞ്ചിൽ തിയേറ്ററിലെത്തിയ ഡൊമിനിക് എന്ന ചിത്രത്തിന് പിന്നെ എങ്ങനെയാണ് കളക്ഷൻ കിട്ടുക? 150ഓളം കോടിക്ക് സിനിമ തിയേറ്ററിൽ എത്തിച്ചിട്ട് ആ ഒരു ചിത്രത്തിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം ഡൊമിനിക് എന്ന ചിത്രത്തിന് ലോ ബഡ്ജറ്റ് ചിത്രത്തിന് ഇപ്പോൾ തിയേറ്ററിൽ നിന്നും കിട്ടുന്നുണ്ട്. തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ പ്രോഫിറ്റ് ആണെന്ന് നിങ്ങളെ കൊണ്ട് മാറ്റി പറയിച്ചതിന് ശേഷം മാത്രമേ ഡൊമിനിക് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും കളം വിടൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഡൊമിനിക് എന്ന ചിത്രം സമ്മാനിച്ചത്. അതുപോലെ തന്നെയാണ് പല സിനിമാ പ്രേമികൾക്കും ഈ ഒരു സിനിമ സമ്മാനിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ മമ്മൂക്ക ഫാൻസിലുള്ള ചില ആളുകളും അതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ചില പേജുകൾ വരെ ഈ ഒരു ചിത്രത്തെ താഴ്ത്തി കാണിക്കാനുള്ള ശ്രമം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരിങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം മമ്മൂക്ക ഈ ഒരു ചിത്രത്തിന് പ്രൊമോഷനോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല, മമ്മൂട്ടി കമ്പനി യാതൊരുവിധ പ്രൊമോഷനും മമ്മൂക്ക സിനിമകൾക്ക് നൽകുന്നില്ല എന്നുള്ള പരാതി അവർക്കിടയിലുണ്ട്. മമ്മൂക്ക പോലും പ്രൊമോഷൻ കൊടുക്കാതെ നമ്മൾ എന്തിന് പ്രൊമോഷൻ നൽകണം? മമ്മൂക്ക ഫാൻസ് ആണോ ചിത്രത്തിന് പ്രൊമോഷൻ നൽകേണ്ടത് എന്നുള്ള ചോദ്യം വരെ അവർക്കിടയിൽ സജീവമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചിത്രം പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ ഫാൻസ് പോലും ശ്രമിക്കുന്നത്. നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഫാൻസുകാർ എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.